മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിടത്തേക്ക് വിളിക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ അനുയായികളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുന്ന സന്ദർഭം. അപ്പോൾ അനുയായികളെയും കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ മൂസാ നബിയെ മാത്രമാണ് കാണുന്നത്. അള്ളാഹുവിനറിയാം, അള്ളാഹു കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ്? വമാ അഅജലക അൻ ഖൗമിക യാ മൂസ, ഓ മൂസ, അനുയായികളെയും കൊണ്ട് വരാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങളെന്താണ് മുന്നിൽ വന്നത്? അപ്പോൾ എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി? ഖാലഹും ഉലാഇ അലാ അസരി, അള്ളാഹുവേ, അവർ പിറകിൽ തന്നെയുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ, അള്ളാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടി വന്നതാണ്, ഞാൻ വേഗം ഇങ്ങ് പോന്നു. അതാണ്, അതിൽ നിന്നൊരുപാട് പാഠങ്ങളുണ്ട്. അഥവാ ഏറ്റവും പിറകിൽ വരുന്നവരായി നമ്മൾ മാറരുത്, ഏറ്റവും മുന്നിലെത്തുന്നവരായി നമ്മൾ മാറണം. നന്മയിൽ മുന്നിലെത്തുക, അലസതയും മടിയും കാണിച്ച് സൽക്കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഭാരമേറിയ എന്തോ ആണ് എന്ന് കരുതി ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ അലസരും മടിയരുമായി നാം എത്തുന്നു. എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ കുളിച്ചൊരുങ്ങി നേരത്തെ തന്നെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പിശാച് നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി ഏറ്റവും മുന്നിലെത്തുന്നു നമ്മൾ. അതിനുവേണ്ടി എത്രയും നേരത്തെ എഴുന്നേൽക്കാം, അതിനുവേണ്ടി എത്രയും ദൂരം യാത്ര ചെയ്യാം, എത്ര മുന്നിലും എത്താൻ മത്സരിക്കാം. മുസാബക്ക, മത്സരം ദുനിയാവിൻ്റെ കാര്യത്തിലാണ്. ദുനിയാവിലെ പരീക്ഷയുടെ പേര് പറഞ്ഞ് ദീൻ ഒഴിവാക്കുന്നവരെ ധാരാളമായി നാം കാണുന്നു. കാരണം ദുനിയാവിലെ നിസ്സാരമായ ചില ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് മുൻഗണന, ദീനീ പഠനത്തിന് മുൻഗണനയില്ല. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബേ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടിയതാണ്.